അതെ, ഇന്നത്തെ താരം അമൃതം പൊടിയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഈ അമൃതം പൊടി മേടിക്കാറുണ്ടോ? ഞാനിവിടെ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മോനേക്കാളും കൂടുതൽ വീട്ടിലുള്ളവരാണ് ഈ അമൃതം പൊടി കഴിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അമൃതം പൊടി ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ടിത് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് കുഴച്ചെടുക്കാൻ പറഞ്ഞാൽ കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ പുട്ടിനെങ്ങനെയാണോ ഉതിർത്തിയെടുക്കുന്നത് അതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് ഒരു നുള്ളു ഉപ്പും ഇടാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലൊഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു പരുവാകുന്ന വരെ ഉതിർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരുവം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പാൽ തന്നെ വേണമെന്നൊന്നുമില്ല. പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഉതിർത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ സോഫ്റ്റും ടേസ്റ്റും കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. നമ്മളിത് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഒരു ഉണ്ടയായി നിൽക്കും വേണം. ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോൾ അത് പൊടിയായി പോവും വേണം. കൂടുതൽ വെള്ളം ചേർത്ത് ഒട്ടിപ്പിടിക്കും ചെയ്യരുത്, എന്നാൽ എല്ലാ ഭാഗത്തും നനവ് എത്തും വേണം. അതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ്. അപ്പോൾ ഇത് ഞാൻ പുട്ടുംകുറ്റി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഇത് അങ്ങോട്ട് കൊടുക്കുക. അതങ്ങനെ ഇത് ഫുള്ളാകുന്നവരെ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആവി കയറ്റാൻ വെക്കാം കേട്ടോ. ഇതുപോലെ ചിരട്ട വെക്കണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങളുടെ വീട്ടിലെ പുട്ടുംകുറ്റിയുടെ അവസ്ഥക്കനുസരിച്ചിരിക്കും. പിന്നെ ഉണ്ടല്ലോ ഈ ബാക്കിൽ നിന്നുള്ളൊരു തള്ളൽ, അത് സഹിക്കാൻ കഴിയില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ തള്ളി വരുമ്പോഴുള്ള ഒരു പുട്ടിൻ്റെ അവസ്ഥ കാണാൻ എന്തൊരു ഭംഗിയാണ് അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സേവ് ചെയ്ത് വെച്ചാൽ ആവശ്യം വരും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.